ഹായ്, ഇന്ന് നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അണ്ടർ ഐ പാച്ചിനെ പറ്റിയുള്ള ഒരു റിവ്യൂ. ഇതാണ് ആ പ്രോഡക്റ്റ്, സ്വിസ് ബ്യൂട്ടിയുടെ ഹൈഡ്ര ഐ സെറം പാച്ച്. ഇത് അണ്ടർ ഐസിൻ്റെ താഴെയുള്ള ഡാർക്ക് സർക്കിൾസും പഫിനെസ്സും ഒക്കെ പോകാനായിട്ട് വളരെ യൂസ്ഫുൾ ആണ്. ഒരു 6 months ആയിട്ട് ഞാനിത് റെഗുലറായിട്ട് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു റിവ്യൂ ഇടുന്നത് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പലർക്കും ഇത് യൂസ്ഫുൾ ആവും. പ്രത്യേകിച്ച് ഈ മോണിറ്ററൊക്കെ കൂടുതൽ സമയം നമ്മളിങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണൊക്കെ വളരെ ടയർഡായിട്ടും ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് നമുക്ക് തോന്നും അല്ലേ. അങ്ങനെ ഉള്ള സമയത്ത് ഇത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സുഖമാണ്, ഭയങ്കര റിലാക്സിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ബോക്സ് നമുക്ക് ഇങ്ങനെ ഒരു ബോക്സിലാണ് ഈ അണ്ടർ ഐ പാച്ചസ് വരുന്നത്. ഈ ടബ് എന്ന് പറയുന്നത് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടബാണ്. ഇതിൻ്റെ അകത്ത് ഒരു 60 നമ്പേഴ്സാണ് ഇതിൻ്റെ അണ്ടർ ഐ പാച്ചസ് വരുന്നത്. അതായത് നമുക്കൊരു 30 times ഇത് യൂസ് ചെയ്യാം. ഇതിൻ്റെ MRP 349 ആണ്. പക്ഷേ പലപ്പോഴും നൈക്കയിലും ആമസോണിലൊക്കെ നമുക്കിത് ഓഫർ പ്രൈസിന് കിട്ടാറുണ്ട് കേട്ടോ. ഇതിലിവർ പറഞ്ഞിരിക്കുന്നത് വീക്ക്ലി ട്വൈസ് ഇത് ഉപയോഗിക്കാമെന്നാണ്. പക്ഷേ ഞാനിത് എനിക്ക് എപ്പോഴാണോ കണ്ണ് നല്ല ടയർഡായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇവിടെ ഒരു പഫിനെസ് ഒക്കെ തോന്നുന്നത് അപ്പോഴൊക്കെ ഞാനിത് ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇതൊന്ന് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ഇത് ഉപയോഗിച്ചാൽ ഭയങ്കര സുഖമാണ്. ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരു ഇതിങ്ങനെ ആ സിറം ഒന്നും ഇവാപ്പറേറ്റ് ചെയ്ത് പോകാതിരിക്കാനും ലീക്കാവാതിരിക്കാനും ആയിരിക്കും ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വേറെ സാധനമുണ്ട്, ഇതുപോലത്തെ ഒരു സ്പാച്ചിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ഈ പാച്ചസ് നമുക്ക് കൈ കൊണ്ട് ഒരിക്കലും തൊട്ട് അതിനെ എന്താ പറയുക പൊള്യൂട്ടഡ് ആക്കേണ്ട ആവശ്യമില്ല. വളരെ ഹൈജീനിക്കായിട്ട് നമുക്ക് ഈ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് തന്നെ ഈ ഒരു പാച്ചസ് നമുക്ക് എടുക്കാം. ഇതാണ് ഇങ്ങനെ ഇരിക്കും. നല്ലൊരു ഗോൾഡൻ കളറാണ്, നിങ്ങൾക്ക് കാണാമെന്നറിയില്ല, കണ്ടോ ഇതിങ്ങനെ ആക്കുമ്പോൾ അതിങ്ങനെ സ്ലൈഡ് ചെയ്ത് വരുന്നുണ്ട്. ഭയങ്കര സ്ലിപ്പറിയാണിത്. ഇതിൻ്റെ അകത്ത് ഫുൾ ഓഫ് സെറമാണ് ഉള്ളത്. ഓക്കെ, നല്ലൊരു ഗോൾഡൻ കളറാണ്. അപ്പോൾ ഈ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഓരോന്നും എടുക്കേണ്ടത്. ഓക്കെ, ഈ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ ഓരോന്നും അതിനിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. എടുത്ത ശേഷം ഈ ഒരു കുഞ്ഞ് പോയിന്റ് ഭാഗം കണ്ണിൻ്റെ ഈ ഒരു സൈഡിൽ വരണം. ഓക്കെ, ഇങ്ങനെയാണത് വെക്കേണ്ടത്. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ കാണാമല്ലോ അല്ലേ, കണ്ടോ, ഇതുപോലെയാണ് അത് വെക്കേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത ഒരെണ്ണം കൂടി എടുത്തിട്ട് ഈ സൈഡ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ പോയിന്റഡ് ഭാഗം കണ്ണിൻ്റെ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വെക്കണം. അങ്ങനെ ഇത് രണ്ടും വെച്ച് കഴിഞ്ഞു. ഇതിനി ഒരു 20 minutes ആണ് ഇതിങ്ങനെ വെക്കുന്നത്. വെക്കുമ്പോൾ തന്നെ ഭയങ്കര സുഖം കേട്ടോ. നല്ലൊരു തണുപ്പ് ഇങ്ങനെ നമുക്ക് കണ്ണിലേക്ക് ഇങ്ങനെ നല്ലൊരു സുഖമാണ്. ഇങ്ങനെ ഒരു 20 minutes. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിറച്ച് സെറമുണ്ട്. നല്ല ഒരു ഭയങ്കര സ്ലിപ്പറിയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ താഴേക്ക് വരുവാണെങ്കിൽ ഒന്ന് കൈവച്ച് ഇങ്ങനെ ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ബാക്കിയുള്ള സെറമൊക്കെ നമുക്ക് കണ്ണിൻ്റെ ചുറ്റുമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. നമുക്കിങ്ങനെ നന്നായിട്ട് ഇത് നമ്മുടെ കണ്ണിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നല്ലൊരു ഗോൾഡൻ കളറാണ് ഇതിന്. ചിലപ്പോൾ ഇങ്ങനെ സ്ലിപ്പറി ആയി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചൊന്ന് വെച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കിടക്കാം, അല്ലെങ്കിൽ കുറച്ച് നേരം കണ്ണടച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്യാം. ബേസിക്കലി ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഹൈഡ്രേഷനാണ്. ഇതിൽ ശരിക്കും ഇൻഫ്യൂസ് ചെയ്തിരിക്കുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം, വാട്ടർ, അതുപോലെ തന്നെ ഗ്ലിസറിൻ ഉണ്ട്, അതേപോലെ തന്നെ കാസ്റ്റർ ഓയിലുണ്ട്. അപ്പോൾ ഈ മൂന്നാണ് ഇതിൻ്റെ അകത്തുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള ആ ഒരു പഫിനെസ്, ഡാർക്ക് സർക്കിൾസ് ഇതൊക്കെ മാറ്റാനും, ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ഫൈൻ ലൈൻസ് ഒരു പ്രായം കഴിയുമ്പോഴൊക്കെ ഇങ്ങനെ വരും. നമുക്ക് ചിരിക്കുമ്പോഴും ഒക്കെ വരും. ഇങ്ങനെ റെഗുലറായിട്ട് ആ ഒരു ചുളുക്ക് വരുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് അങ്ങനെ ചെറിയ ചുളിവുകൾ അവിടെ വരും. അതൊക്കെ കുറയ്ക്കാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള എന്താ ഹൈഡ്രേഷനാണ്. അപ്പോൾ ഈ ഒരു പാച്ച് നമുക്ക് ശരിക്കും നമുക്ക് തരുന്നത് നല്ല ഒരു ഹൈഡ്രേഷനാണ്. ഒരു 20 minutes കഴിഞ്ഞു. നമുക്കിത് ഇങ്ങനെ അങ്ങ് ചുമ്മാ ഇളക്കിയാൽ മതി, ചുമ്മാ അങ്ങ് റിമൂവ് ചെയ്യാം. ഓക്കെ, നല്ല ഹൈഡ്രേറ്റഡ് ആവും. അതിൽ ബാക്കിയുള്ള ആ സിറം ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കണ്ണിൻ്റെ താഴേക്ക് ഇതേപോലെ ഈ ഒരു ഡയറക്ഷനിൽ പതുക്കെ റിംഗ് ഫിംഗർ വെച്ചിട്ട് മസാജ് ചെയ്തങ്ങ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ബാക്കി സിറം നമ്മുടെ സ്കിന്നിലേക്ക് തന്നെ അബ്സോർബ് ആയിക്കോളും. നല്ല സുഖമുണ്ട്, നല്ല റിലാക്സിങ് ആണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാട്ടോ. നല്ല സുഖമുണ്ട്, നല്ല രസമുണ്ട്. വലിയ എമൗണ്ട് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് ഒന്ന് പരീക്ഷിക്കാനാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒന്ന് വാങ്ങിച്ചു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. നല്ല സുഖമാണ്. കണ്ണ് നല്ലൊരു കുളിർമയും നല്ല റിലാക്സ് ഫീലിംഗ് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇതിനൊരു അഡിക്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാനിതിങ്ങനെ വെക്കും. എപ്പോഴും ഓഫീസിലൊക്കെ ഒത്തിരി അവേഴ്സ് നമുക്കിങ്ങനെ മോണിറ്ററൊക്കെ നോക്കിയിട്ട് വരുമ്പോഴേക്ക് കണ്ണൊക്കെ അങ്ങ് ഒരു കണക്ക് അടിച്ചു പോകുന്ന പോലത്തെ ഒരു ഫീലിംഗാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സുഖമാണ്. ഞാൻ പ്രത്യേകിച്ച് ഇതെന്ത് ചെയ്യും, ഞാൻ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് വെക്കുമ്പോൾ കുറച്ചുകൂടി ഡബിൾ എഫക്റ്റാണ്. അപ്പം ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യണം, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെയും ബൈ.